ചില പാട്ടുകൾ അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊന്നും ആവില്ല ചിലപ്പോൾ. പക്ഷെ നമുക്ക് ആ ഒരു പാട്ട് ഇറങ്ങിയ ടൈമിൽ നമ്മൾ ഏതെങ്കിലും കണക്റ്റഡ് ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ പണ്ടത്തെ പ്രണയോ അല്ലെങ്കിൽ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു സർക്കിളോ കോളേജ് ലൈഫ് അത് അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില പാട്ടുകളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ അവർ ഇങ്ങനെ റിവൈൻഡ് അടിച്ചു വരും. ഒരായിരം ചെരാതുമായി നോവിലും കെടാതെ നാം കാത്തൊരീ. ഞാൻ ട്രെൻഡിന്റെ ഒപ്പം ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്, ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും. പക്ഷെ നമുക്ക് എപ്പോഴും ട്രെൻഡിന്റെ ഒപ്പം പോകാൻ പറ്റിയെന്ന് വരില്ല. ചില ട്രെൻഡിന്റെ ഒപ്പം നമുക്ക് ഓക്കെ ആയിരിക്കും, ചില ട്രെൻഡ് നമുക്ക് ശരിക്കും വർക്കാവില്ല. അപ്പൊ നമ്മൾ പോണത് വേറെ വഴിയായിരിക്കും. എനിക്ക് മത്സരിക്കാൻ എനിക്ക് പണ്ടേ മുതലേ അതെ. ഞാൻ കോളേജിൽ പഠിച്ചിട്ട് ഒരു ഐറ്റത്തിന് പോലും ഞാൻ മത്സരിച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റിയിൽ എല്ലാവരും പറയുന്നോട് ഞാൻ പിന്നെ മത്സരം എന്നുള്ളത് എനിക്ക് പണ്ടേ താല്പര്യമില്ല. മ്യൂസിക്കിനോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കാൻ, ഫൈസൽ റാസി എന്നുള്ള ആൾക്ക് മ്യൂസിക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഐ മീൻ ഞാൻ ചോദിച്ചു പ്രൊഫഷണലി അല്ല, ഇപ്പോൾ ഒരു വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മ്യൂസിക് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ ടൈപ്പ് മ്യൂസിക് ആണ് പേഴ്സണലി മ്യൂസിക് എങ്ങനെയൊക്കെയാണ് ഫൈസലിന്റെ ലൈഫിൽ? എനിക്കങ്ങനെ മ്യൂസിക് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലെന്നൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്, ലൈഫായിട്ട് ഭയങ്കര ബന്ധപ്പെട്ട് കിടക്കണതാണ്. എനിക്ക് ആക്ച്വലി ഞാൻ നല്ലൊരു സാധനം കമ്പോസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പി ആവും. പിന്നെ എനിക്ക് അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് എനിക്ക് കിട്ടാറുണ്ട്. എൻ്റെ എല്ലാ വിഷമങ്ങളൊക്കെ മറക്കും. നമ്മൾ അതുവരെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നല്ലൊരു ട്യൂണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരാഴ്ചയൊക്കെ അതിലങ്ങോട്ട് പോകും, ഭയങ്കര സന്തോഷമായിരിക്കും. അതല്ലാണ്ട് അങ്ങനെ സങ്കടം വരുമ്പോൾ പാട്ട് കേൾക്കുക അങ്ങനെയൊന്നും എനിക്കില്ല, ഇല്ല. അത് ആക്ച്വലി ഞാനത് മെലഡി ഓഫ് കോഴ്സ്. ഞാൻ ഈ പണ്ടത്തെ പാട്ടുകൾ ബാബുരാജ് പരിപാടി അങ്ങനത്തെ കേൾക്കും. പിന്നെ രണ്ട് സൈഡായിട്ടാണ് ഞാൻ കേൾക്കല്. ഒരെണ്ണം നമ്മളിങ്ങനെ കിടക്കുമ്പോഴാണ് കൂടുതൽ നമ്മള് ഇങ്ങനെ ഏതെങ്കിലും പ്ലേലിസ്റ്റ് ഒക്കെ ഇടും, പഴയ പാട്ടുകൾ അല്ലെങ്കിൽ മെലഡീസ് ഒക്കെ കേൾക്കും. മറ്റേ നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ റെഫർ ചെയ്യാൻ വേണ്ടി കേൾക്കും. പുതിയ ജോണറുകളൊക്കെ ഇതിങ്ങനെ കേൾക്കും. ചിലത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് കേൾക്കും, എന്താണെന്ന് അറിയാനായിട്ട് കേൾക്കും. ആക്ച്വലി 2 ടൈപ്പ് ലിസണിങ് ഉണ്ട് എനിക്ക്. അത് മറ്റേതൊരു സ്റ്റഡി മെറ്റീരിയൽ പോലെ കേൾക്കാറുണ്ട്. നമ്മളെപ്പോഴും പുതിയ സാധനങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ജോണറിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ആ ടൈമിൽ ചിലപ്പോൾ കേൾക്കാനുള്ള മൂഡില്ലെങ്കിൽ തന്നെ നമ്മളത് കേൾക്കും, എന്താ അറിയാനായിട്ടൊക്കെ. കുറേ ഫ്രണ്ട്സൊക്കെ ഷെയർ ഒക്കെ ചെയ്ത് ഞാൻ പറയും നല്ല നല്ല സാധനങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം. അപ്പോൾ ഞാനതിരുന്ന് കേൾക്കും, കാറിലിരുന്നോ അല്ലെങ്കിൽ എവിടെയാണോ അവിടെ നിന്ന് കേൾക്കും. മറ്റേത് നിങ്ങൾ പറഞ്ഞ പോലെ ഉറങ്ങുമ്പോൾ ഒക്കെ കേൾക്കുന്നല്ലാണ്ട് അങ്ങനെ ഒരു വിഷമം വരുമ്പോൾ കേൾക്കുക, സന്തോഷം വരുമ്പോൾ അങ്ങനെ ഇല്ല. ചില പാട്ടുകൾ നമുക്ക് കേൾക്കുമ്പോൾ സന്തോഷമൊക്കെ തോന്നും. ചില പാട്ടുകളൊക്കെ എനിക്ക് അത് നമ്മുടെ ലൈഫായിട്ട് ചിലപ്പോൾ ബന്ധപ്പെട്ട് കിടക്കുന്ന ചില പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഖ്വാജ മേരെ ഖ്വാജ കുൻ ഫേ കുൻ, ആ പാട്ട് എനിക്ക് എവിടെ നിന്ന് കേട്ടാലും എനിക്കൊരു ഒരു വേറൊരു സാധനം കിട്ടും. പിന്നെ ചില പാട്ടുകൾ അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊന്നും ആവില്ല ചിലപ്പോൾ. പക്ഷെ നമുക്ക് ആ ഒരു പാട്ട് ഇറങ്ങിയ ടൈമിൽ നമ്മൾ ഏതെങ്കിലും കണക്റ്റഡ് ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ പണ്ടത്തെ പ്രണയോ അല്ലെങ്കിൽ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു സർക്കിളോ കോളേജ് ലൈഫ് അത് അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില പാട്ടുകളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ആ ഒരു ഇങ്ങനെ റിവൈൻഡ് അടിച്ചു വരും. അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു കോമ്പോസിഷൻ കേട്ടോ, ഇങ്ങനെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നത് മ്യൂസിക്കിനോട് അത്രയും, ഇങ്ങനത്തെ ഒരു കോമ്പോസിഷൻ എങ്ങനെ അവർ ചെയ്തു എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് ആരുടെയെങ്കിലും ഒക്കെ? ഇല്ല, അല്ല അങ്ങനെയില്ല. മൊത്തത്തിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കുറെ പേരെ പറയും പേരൊന്നും എനിക്ക് ലേറ്റസ്റ്റ് ഇറങ്ങിയ ആൾക്കാരാണോ അങ്ങനെ ഉദ്ദേശിച്ചത്? അല്ല, ഇപ്പൊ കേട്ടിട്ട് അത് പഴയ കുറെ ഇളയരാജയുടെ പാട്ടുകളൊക്കെ ഇപ്പോഴും ചിലതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ ചെയ്തു എന്നൊക്കെ തോന്നാറുണ്ട്. ബാബുരാജ് അദ്ദേഹത്തിന്റെ മെലഡി, വിദ്യാസാറിന്റെ ചില പാട്ടുകൾ, ജോൺസൺ മാഷ്, MSV, റഹ്മാനെ എല്ലാവരും. അത് ഹിന്ദിയിലെ നമ്മുടെ ഇവിടുത്തെ പുതിയ ആൾക്കാരുടെ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഈ ആരാധിക എന്നുള്ള പാട്ട് തനിയെ വിഷ്ണു വിജയ്, അതൊക്കെ തന്നെ എനിക്ക് ഭയങ്കര വൻ പരിപാടിയായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ചെറുപ്പം പഴയ ആൾക്കാരുടെ പാട്ടുകൾ ഭയങ്കര പൊളി അങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ ചെരാതുകൾ, സുഷിൻ ഫാമിലിന്റെ ചെരാതുകൾ, അത് കുറെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഇത് ചെയ്തു എന്നൊക്കെ തോന്നും. അതിങ്ങനെ ഒരു ഐഡിയ അതിങ്ങനെ ഐഡിയ ഇങ്ങനെ ഒരു പരിപാടി അങ്ങനെയൊക്കെ തോന്നാറുണ്ട്.
ഓക്കെ. ഇപ്പൊ പൂമരം നമുക്ക് ലൈഫിൽ ഒരു ബ്രേക്ക് കൊടുന്നു നമ്മൾ പറഞ്ഞു. പൂമരത്തിന് മുന്നേ ഉള്ള ലൈഫ് എങ്ങനെയാണ്? അതിന് മുമ്പും കുറെ ഇങ്ങനെ മ്യൂസിക് ഒക്കെ കമ്പോസ് ചെയ്യായിരുന്നു, പാടുമായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു ലൈഫ് കോളേജിൽ? ഇന്നത്തെ പോലെ തന്നെയായിരുന്നു അന്നും. കമ്പോസ് ചെയ്യുക, കുറെ കേൾക്കുക, കമ്പോസ് ചെയ്യുക. അതെങ്ങനെയാ ആളുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ടായിരുന്നു? ആക്ച്വലി അത് ആൾക്കാരിലേക്ക് അങ്ങനെ എത്തിച്ചിട്ടില്ല. നമ്മളിങ്ങനെ ചെയ്ത് വെക്കുക. കാരണം അന്ന് നമുക്ക് അറിയില്ല ഇതെങ്ങനെ ചെയ്യാം. അന്ന് ആക്ച്വലി ഒരു യൂട്യൂബ് മാത്രമേ ഉള്ളൂ. അതും നമ്മളിത് എവിടെ കൊണ്ട് ഇറക്കും? ഇന്നത്തെ പോലെ എല്ലാവർക്കും ഒരു വീട്ടിൽ 5 യൂട്യൂബ് ചാനലൊന്നും ഇല്ലല്ലോ. അന്ന് നെറ്റ് ഇല്ല മര്യാദയ്ക്ക്. നമ്മൾ യൂട്യൂബിലൊക്കെ ഒരു സാധനം കാണുന്നതിന് എത്ര നെറ്റ് വേണം? അപ്പൊ അന്നങ്ങനെ റിലീസ് ചെയ്യാന്നുള്ളതൊന്നും ഇല്ല. പിന്നെ ചെയ്തു വെക്കും. പിന്നെ ആൽബങ്ങളുടെ ഒരു ട്രെൻഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ആൽബം, അന്നത്തെ ഒരു ടൈപ്പ് ഓഫ് മലബാർ ആൽബം അങ്ങനെയൊന്നും ഒരു മൈൻഡ് ഉണ്ടായിട്ടില്ല. കമ്പോസ് ചെയ്യാന്നുള്ളു. ഞാൻ ആക്ച്വലി ഫസ്റ്റ് കമ്പോസ് ചെയ്യണത് ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പദ്യം ചൊല്ലല്ലോ. അപ്പൊ അതിങ്ങനെ എന്റെ ഇഷ്ടത്തിനൊക്കെ പാടും. അപ്പോഴാണ് എനിക്കിത് ഞാൻ പാടിട്ടപ്പോ നമ്മുടെ ടീച്ചറൊക്കെ ഇത് കൊള്ളാട്ടാന്നൊക്കെ പറയുമ്പോ അപ്പോഴാണ് നമുക്ക് ഇതിലൊരു നമ്മൾ ചെയ്യുന്ന സാധനം ഇഷ്ടപ്പെടുന്നത്. പിന്നെ അത് ഞാൻ ഫസ്റ്റ് ആക്ച്വലി മെയിൻ ആയിട്ട് കമ്പോസ് ചെയ്ത് ഒരു ഉറുദു പദ്യം ചൊല്ലല്, എല്ലാ പദ്യം ചൊല്ലലുണ്ടാവും, അറബി ഉറുദുലൊക്കെ ഉണ്ടാവും. അപ്പൊ ഉറുദു ഇതുപോലെ വന്നപ്പോൾ ടീച്ചർ എനിക്ക് ഒരു പുതിയ പദ്യം പഠിപ്പിച്ചു. അപ്പൊ അതെന്ന് ഓൾറെഡി ഉള്ള ട്യൂണല്ല, എന്നെ ഒരു ബുക്കിൽ നിന്ന് പഠിപ്പിച്ചത്. അപ്പൊ ഞാൻ അതിരുന്ന് കമ്പോസ് ചെയ്തു. എൻ്റെ ഒരു നിന്റെ ഒരു ഐഡിയയിലേക്ക് നീ അതാക്കി പാടിക്കുമോ എന്ന് പറഞ്ഞു. പദ്യം അറിയാലോ, പദ്യം അങ്ങനെ ഒരു വലിയ ട്യൂണാണ്. പക്ഷെ അത് ഇരുന്ന് ചെയ്ത് അതൊരു ഗസൽ പോലെയൊക്കെ ആക്കി. അപ്പൊ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്ന പരിപാടി വർക്കാവുണ്ടെന്നുള്ളത്. പിന്നെ നമ്മൾ ഇങ്ങനെ ഗസൽസ് ഒക്കെ കുറെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെ കമ്പോസ് ചെയ്ത് ഈ പൂമരൊക്കെ ആക്ച്വലി കമ്പോസ് ചെയ്ത് വെച്ചതാണല്ലോ. അതൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്ത് നമ്മളിങ്ങനെ ലിസ്റ്റിലിട്ട് ഇങ്ങനെ കമ്പോസ് ചെയ്തു. അത് എങ്ങനെ ഇറക്കണം എന്നുള്ളൊരു ആക്ച്വലി അന്ന് പണ്ട് കമ്പോസ് ചെയ്ത പാട്ടുകള് ഒരു ഫ്ലേവറുകളൊക്കെ തന്നെയാണ് ഇപ്പോഴും. അതിന്റെ ചില ഐഡിയാസ് ഒക്കെ ഇപ്പൊ എടുക്കും. ആക്ച്വൽ കമ്പോസ് ചെയ്യാൻ എടുക്കാറില്ല. കാരണം അത് അന്നത്തെ ഒരു പ്രായത്തിലുള്ളൊരു അതിൻ്റെതായ ഒരു അമച്വർ സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് ചിലപ്പോൾ ഐഡിയകൾ എടുക്കും, ചില സാധനങ്ങളൊക്കെ എടുക്കും. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാൻ അറിയില്ല. അങ്ങനെ ചില ഹുക്കൊക്കെ എടുക്കും. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ പുള്ളി റീകമ്പോസ് ചെയ്യും. ചില ഐഡിയാസ് ഒക്കെ അന്ന് ചെയ്ത് നന്നായിട്ടുണ്ടെന്നൊക്കെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ അതെടുക്കും. പിന്നെ കുറെയൊക്കെ നമുക്ക് പിന്നെ ഇന്ന് എടുക്കാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞാൽ അന്നത്തെ അന്നും ഇന്നും നമ്മുടെ ബുദ്ധി മ്യൂസിക്കാലിറ്റിക്ക് വളരുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ അനുസരിച്ച് അന്നത്തെ കുറെ അങ്ങനെ കിടപ്പുണ്ട്. പൂമരത്തിലെ ഒരു സോങ് ഇല്ല നേരമായി, അത് പാടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂലെല്ലാം കേട്ടു. ആ ഒരു ഇമോഷൻ കിട്ടാൻ വേണ്ടി കലോത്സവത്തിന്റെ ആ ഒരു എൻഡിങ് സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു സംഭവം കിട്ടാൻ വേണ്ടിട്ട് അത് സീൻസ് ഒക്കെ കാണിച്ചു. അതന്നെ നിങ്ങളുടെ കോളേജ് ലൈഫിൽ ഇപ്പൊ മഹാരാജാസിലാണെങ്കിലും സ്കൂൾ കാലഘട്ടം എനിക്ക് നോക്കുകയാണെങ്കിലും പാടുന്ന ഒരാളായതുകൊണ്ട് എന്തായാലും ആ ഒരു ഏരിയയിൽ ഉണ്ടാവും കലോത്സവത്തില്. നിങ്ങളുടെ ആ ഒരു എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത്? ഞാൻ സത്യം പറഞ്ഞാല് മത്സരത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. വെരി ഗുഡ്. എനിക്ക് മത്സരിക്കാൻ അങ്ങനെ വലിയ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇതിന്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. കലോത്സവത്തിൽ ഈ കുട്ടികൾ പോണതിന്റെ കൂടെ പോകാനും അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാനും ഓരോ സ്റ്റേജിലൊക്കെ ഇങ്ങനെ ഓരോരോ സ്റ്റേജിൽ ഓരോ കോളേജ് ഓരോ ടൈപ്പിലാണ് കലോത്സവത്തിന് ഒരുങ്ങുക. മഹാരാഷ്ട്ര ചില ആക്ച്വലി അവിടുത്തെ പിള്ളേര് യൂണിയനാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഓരോ സ്റ്റേജുകൾ ഉണ്ടെങ്കിൽ ഓരോ സ്റ്റേജുകളിൽ ഇത്ര നേരം ഒരാൾക്കാരൊക്കെ ഇടും, ഡ്യൂട്ടിക്കൊക്കെ ഇടും. അങ്ങനെ എല്ലാ കോളേജിലൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ പോവാ, അവർക്ക് പോകുന്ന ആൾക്കാർക്ക് ഫുഡ് മേടിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മത്സരിക്കാൻ എനിക്ക് പണ്ടേ മുതലേ സ്കൂൾസിലൊക്കെ മത്സരിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതിലൊക്കെ കുറച്ച് ബാഡൊക്കെ അടിച്ച് നമ്മളെ മത്സരിക്കേണ്ട കാര്യമില്ല എന്നുള്ള സാധനമൊക്കെ. അപ്പൊ കോളേജിൽ ഞാൻ സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, ഞാൻ കോളേജിൽ പഠിച്ചിട്ട് ഒരു ഐറ്റത്തിന് പോലും ഞാൻ മത്സരിച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റിയിൽ എല്ലാവരും ഞാൻ ഭയങ്കര യൂണിവേഴ്സിറ്റി വിന്നറൊക്കെ ഇല്ല, എല്ലാവരും പറയുന്നോട്. ഞാൻ പിന്നെ എനിക്ക് മത്സരം എന്നുള്ളത് എനിക്ക് പണ്ടേ താല്പര്യമില്ല. മത്സരിക്കണ്ട എന്നുള്ളൊരു സാധനം അത് മോശമെന്നല്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇങ്ങനെ അത് ഒരുങ്ങി അവിടെ പോയിരുന്ന് പാടാം. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ എല്ലാം. പിന്നെ ആക്ച്വലി ഒരു ദഫ്മുട്ടിന് തന്നെ എടുത്തിരുന്നു ഞാനൊരു സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ. പിന്നെ അതിൽ നിന്ന് പതുക്കെ നൈസായിട്ട് ഞാൻ എനിക്കൊരു കാരണം കിട്ടിയപ്പോൾ ഞാൻ ഒഴിഞ്ഞു. പക്ഷെ ഞാൻ കലോത്സവം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ഞാൻ ഒരുപാട് നിന്നിട്ടുണ്ട്. അതിന്റെ ഒരുക്കങ്ങളിലും ഈവൻ പിരിവെടുക്കാൻ വരെ ഞാൻ അതിൽ നിന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പെയിനൊക്കെ എനിക്കറിയാം. മത്സരിക്കണതിന്റെ അപ്പുറത്തേക്ക് ഒരു കലോത്സവം, ഒരു കോളേജ്, പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് കോളേജ് ഒരു കലോത്സവത്തിന് ഒരുങ്ങുന്നത് മുതൽ അത് അവസാനം വരെ അത് കപ്പടിക്കില്ല എന്നുള്ളതല്ല, അതിന്റെ അവസാനം വരെ ഉണ്ടാവുന്ന ഒരു സന്തോഷത്തിന്റെ ഒരു എക്സ്ട്രീം പെയിൻ എനിക്കറിയാം.
അപ്പൊ അതെനിക്ക് കുറെ കിട്ടിയോണ്ടായിരിക്കും ഞാൻ നേരമായി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു സോങ് കൂടെ നേരമായി നിലാവിലി ജാലകം തുറന്നീടാം തൂവലായി വിലോലമീ വീതിയിൽ അലിഞ്ഞീടാം ഒരായിരം ചെരാതുമായി നോവിലും കെടാതെ നാം കാത്തൊരി നാളിതാരാമുകിലുകളെ വഴിനിഴലായി മറയരുതേ കാറ്റൊഴുകി വരും കടലലയാ പുണരുക നാം നേരമായി നിലാവിലി ജാലകം തുറന്നീടാം ഒരായിരം ചെരാതുമായി നോവിലും കെടാതെ നാം കാത്തൊരി നാളിതാ. മിക്ക ആളുകളുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ടാണത്. ഞാൻ അവിടെ പറയുമ്പോൾ നേരമായി പാട്ട് എന്ന് പറഞ്ഞിട്ട് ജ്യോതിഷിന്റെ കൂടെ ഉള്ള പ്രോഗ്രാം പ്രൊഡ്യൂസർ ആളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇപ്പൊ നമ്മള് അമരനിലെ സോങ്ങും വരെ പാടി ഇത്രയും ഒക്കെ എത്തി നിൽക്കുന്ന ആള് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ലൈഫിൽ വന്നിട്ടുള്ള അച്ചീവ്മെന്റ്സ് എന്തൊക്കെയായിരിക്കും? ഇപ്പൊ മ്യൂസിക് കൊണ്ടുവന്നിട്ടുള്ള അച്ചീവ്മെന്റ്സ് എന്തൊക്കെയായിരിക്കും? ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇപ്പോഴും ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ് ഉണ്ടാവില്ലേ? ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്? സ്റ്റാർട്ടിങ് സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോ ആക്ച്വലി സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നില്ല. അങ്ങനത്തെ സ്ട്രഗിൾസ് ഇല്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ എന്റെ ലൈഫിൽ. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് സ്ട്രഗിൾസ് ഒരുപാട് തോന്നും. പക്ഷെ ഞാൻ ആഗ്രഹിച്ചൊരു ലൈഫിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്ക് നല്ല ബാൻഡ് ഉണ്ട്, അതിന് ഷോ ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യലി എനിക്ക് ഓക്കെയാണ്. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് വളരെ നോർമലി ജീവിക്കാനുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പാട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ഇറക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പേരെങ്കിലും കുറച്ച് പേരെങ്കിലും അത് കേൾക്കുന്നുണ്ട്, അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ നല്ല ഫാമിലി ഉണ്ട്, കുട്ടിയുണ്ട്. ഓക്കെ, ഞാൻ ഹാപ്പിയാണ്. സ്ട്രഗിൾസ് പിന്നെ ഈ പറഞ്ഞ ഒരു നമ്മളിങ്ങനെ ഒരു അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ലിസണേഴ്സിനെ ഇങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ ഉണ്ടാവുന്ന കുറച്ച് സ്ട്രഗിൾ പരിപാടികളുണ്ട്. ആൾക്കാർ ഇപ്പോഴും ആൾക്കാരിലേക്ക് പാട്ടുകൾ എത്തിക്കാൻ പറ്റാത്തതിൻ്റെയും, അല്ലെങ്കിൽ ആൾക്കാർ എന്തുകൊണ്ട് ഒരു ചില ജോണറിൽ മാത്രം ഒരു ചില ഈ കൊമേഴ്ഷ്യൽ ഇപ്പോൾ ഒരു ട്രെൻഡ് എന്നുള്ള സംഭവം ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും ഒരു ട്രെൻഡ് ഉണ്ടാവല്ലോ. ആ ട്രെൻഡിൽ മാത്രം കുട്ടികൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു സ്ട്രഗിളിങ് ആ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കാത്തവർക്ക് ഉണ്ടാവും. ഞാൻ ട്രെൻഡിന്റെ ഒപ്പം ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്, ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും. പക്ഷെ നമുക്ക് എപ്പോഴും ട്രെൻഡിന്റെ ഒപ്പം പോകാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ ഒരു കാഴ്ചപ്പാടൊക്കെ വെച്ച് ചില ട്രെൻഡിന്റെ ഒപ്പം നമുക്ക് ഓക്കെ ആയിരിക്കും, ചില ട്രെൻഡ് നമുക്ക് ശരിക്കും വർക്കാവില്ല. അപ്പൊ നമ്മൾ പോണത് വേറെ വഴിയായിരിക്കും. അപ്പൊ ആ വഴിയിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ ചിലപ്പോൾ ഒറ്റയ്ക്കാണോലൊക്കെ തോന്നും, അതൊരു സ്ട്രഗിൾ ആയിട്ടൊക്കെ തോന്നും. പക്ഷെ ഞാൻ സെൽഫ് സാറ്റിസ്ഫൈ ആണോ നോക്കാറുണ്ട്. അതിൽ തന്നെ ഞാൻ തന്നെ സാറ്റിസ്ഫൈ ആണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ട്രാക്ക് ഇറങ്ങി ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടും ഞാൻ ആ ട്രാക്ക് വീണ്ടും കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് വീണ്ടും ഇത് കേൾക്കാൻ ഉള്ളൊരു സംഭവം ഉണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കാറ്. ഞാൻ ഇന്നൊരു ട്രാക്ക് ഇറങ്ങി ഞാനൊരു 5 കൊല്ലം കഴിഞ്ഞിട്ടും ഞാൻ ട്രാക്ക് കേൾക്കും എന്നുള്ള ഞാൻ ചിന്തിക്കാറ്. അങ്ങനെ കേൾക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുക. ഞാൻ എൻ്റെ ഒരു മൈൻഡിലാണ് ഞാനത് ചെയ്യാറ്. അങ്ങനെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി പെട്ടെന്ന് മടുക്കുന്ന ഒരാളാണ്. എല്ലാം അല്ല പെട്ടെന്ന്. അപ്പൊ എനിക്കത് ഓക്കെ ആണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ നാളെ ആൾക്കാരത് കേട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. ഇപ്പൊ നേരമായി ഇന്ന് കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ ഒരു 5 കൊല്ലം ഇറങ്ങിയിട്ട് 5 കൊല്ലം കൂടുതലായിണ്ടാവും, 6-7 കൊല്ലമായിണ്ടാവും. പക്ഷെ ഇന്നൊരാൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എൻ്റെ ഒരു വിജയമായിട്ട് എനിക്ക് തോന്നുന്നു. ആ ഒരു വിജയത്തിലൊക്കെ ഞാൻ സന്തോഷിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ചോദിച്ചെന്താ സ്ട്രഗിൾ അല്ലാണ്ട് മ്യൂസിക്കാണ് എൻ്റെ എല്ലാ അച്ചീവ്മെന്റും. മ്യൂസിക് തന്നെ പൂമരമാണ്. ഞാനും എൻ്റെ ആളെന്നുള്ളത് ആ പാട്ട് തന്നെയാണ് എൻ്റെ എല്ലാത്തിനും തുടക്കം. അതിൻ്റെ ഒരു ബേസിൽ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കണം. അപ്പോൾ എൻ്റെ ഫാമിലിയും
ഞാനിപ്പിട്ട ഇരിക്കുന്നതൊക്കെ അതിന്റെ ഭാഗമാണ്. അതില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇത്രയും നമ്മളതില്ലെങ്കിൽ വേറെ ഒരു ലെവലിൽ ആവും. പക്ഷെ അതൊരു മറക്കാൻ പറ്റാത്തൊരു ബേസാണ്. അല്ലാതിന്റെ മ്യൂസിക് തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ 1-2 സാധനങ്ങൾ ചോദിക്കാം. അത് സംഭവങ്ങൾ, അപ്പോൾ അത് ലൈഫിൽ കൊണ്ടുവന്ന ചേഞ്ചസ് പറയാം. ഫസ്റ്റ് മ്യൂസിക് മോജോ ആണ്. എനിക്ക് മ്യൂസിക് മോജോ ആണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. മ്യൂസിക് മോജോയിലെ സോങ് കേൾക്കുമ്പോൾ അത് എൻ്റെ ഹോസ്റ്റൽ മേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആള് ക്ലാസ്സിലുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ ആളിങ്ങനെ ഈ രതിസുഖ കേട്ടിട്ട് അതിന്റെ ഇടയിൽ ഒരു ചിരിയുണ്ട്, ഫൈസലിന്റെ ഒരു ചിരിയുണ്ട് ഇങ്ങനെ കൂടെയുള്ള ആളെ നോക്കിയിട്ട്. ഇവളിത് ഭയങ്കര ഫാനായിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഈ ഒരു സോങ്ങിന്റെ. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഇത് ശ്രദ്ധിച്ചു തുടങ്ങി. നിന്നോട് ഇപ്പൊ ചിരിക്കും നോക്കിയൊക്കെ ഇപ്പൊ ചിരിക്കും എന്ന് പറഞ്ഞിട്ട് നിൽക്കും ആ ചിരി കാണാനും. അങ്ങനെയാണ് ഞാൻ പാട്ട് കേൾക്കാൻ തുടങ്ങി. ഈ ഒരു സോങ് ഭയങ്കരമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്ന ഒരു പാട്ടാണ് ഇപ്പോഴും. അങ്ങനെ മ്യൂസിക് മോജോ അതിൽ നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല സിംഗേഴ്സിനെ. ഒരു ഒന്നുമില്ലല്ലോ. അപ്പോ മ്യൂസിക് മോജോ ലൈഫില് കൊണ്ടുവന്നിട്ടുള്ള എനിക്കൊരു 5-6 ട്രാക്ക് ചെയ്യാൻ പറ്റി. അതിൽ ആക്ച്വലി എല്ലാ ട്രാക്കിനും അതിൻ്റെതായ റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ട്. രജസുഖ സാരമായി, പിന്നെ വളരെ, പിന്നെ അതിന്റെ 1-2 വേറെ ഓമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എന്ത് പാട്ടുകൾ ഏതൊക്കെ ജോണേഴ്സിലുള്ള പാട്ടുകളാണെങ്കിലും അതിന് കിട്ടേണ്ട ഒരു സംഭവം അതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോഴും ആൾക്കാരുടെ അടുത്ത് അതിന്റെ കാര്യം പറയാറുണ്ട്. ഞാൻ ഏത് ഇന്റർവ്യൂവിൽ പോലും രതിസുഖം പറയും. നമ്മളതൊന്നും ചിന്തിച്ചിട്ടല്ല ചെയ്യണേ. പിന്നെ എനിക്ക് അതിന്റെ സന്തോഷം എന്റെ ഒരു ഫ്ലേവർ ഉണ്ട് എന്റെ എല്ലാ പാട്ടിലും. സ്റ്റാർട്ടിംഗിലെ പോർഷൻ എങ്ങനെയാ അത് കമ്പോസ് ചെയ്തതാണോ ശരിക്കും? ഏത് മറ്റേ ഇൻസ്ട്രുമെന്റൽ? അത് ആക്ച്വലി നമ്മള് ആ ഇൻസ്ട്രുമെന്റിൽ വന്നതൊക്കെ എനിക്ക് ആക്ച്വലി അത് അന്ന് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയതിലൊക്കെ സന്തോഷമുണ്ട്. അത് ഓതെന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ആണ്. അന്ന് അതത്ര ആൾക്കാർ അങ്ങനെ അത് കണ്ടിട്ടില്ല ആ ഇൻസ്ട്രുമെന്റ് ഒന്നും. ഇന്നൊക്കെ ഒരുപാട് എന്റെ ഫ്രണ്ട് ബോണി പറഞ്ഞിട്ട് ആളെ വെച്ചാൽ. അപ്പൊ എനിക്ക് അന്ന് അങ്ങനത്തെ ഒരു സൗണ്ടിങ് ഒക്കെ ചെയ്യാൻ പറ്റി. അന്ന് ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതിന് വേണ്ടി. അത്ര എഫേർട്ട് എനിക്ക് ഇന്ന് ഇടാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഓരോ കാലഘട്ടം ചെയ്യുന്നവർ അത്രയും സമയം നമുക്ക് കിട്ടില്ല. നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ ചിലപ്പോൾ അന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരും ഇന്ന് അത്ര ഭയങ്കര ബിസിയാണ്. അപ്പൊ നമ്മുടെ ഒപ്പം ഉള്ളവരും ഫ്രീ ആവണമല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഈ പിള്ളേരായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. എപ്പോഴും ഓരോ ചെയ്യുമ്പോഴും ഞാൻ ചെറിയ കുട്ടികളും ഈ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഞാൻ, കാരണം അവർ കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും. നമ്മൾ ഇരുന്ന് ഇങ്ങനെ, എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെ ഇരുന്ന് വളരെ ടൈം എടുത്ത് വർക്ക് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആക്ച്വലി പുതിയൊരു സാധനങ്ങളൊക്കെ വരും, നമുക്ക് കുറച്ച് പോളിഷ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അത് പോളിഷ് ചെയ്ത് അന്ന് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട്. പിന്നെ ഇന്ന് ആൾക്കാർ ഇഷ്ടപ്പെടുന്നതിൽ സന്തോഷം. അതിന്റെ എങ്ങനെ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടാണോ പാടുന്നുണ്ടായിരുന്നത്? അത് അവിടെ വെച്ച് ലൈവായിട്ട്? ഇല്ല, ലൈവ് അല്ല. അതില് ഇല്ല, അത് ആക്ച്വലി നമ്മൾ പ്രോപ്പർ പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ ഇങ്ങനെ ഒരു സാധനം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പ്രോപ്പർലി പ്രൊഡ്യൂസ് ചെയ്ത് റഫ് സാധനം പോയിട്ട് പിന്നെ അതിന്റെ കൂടെ പാടി. പിന്നെ അതിന്റെ റിലീസിന് മുമ്പ് നമ്മൾ ഇവിടെ നല്ല ഫുൾ പ്രൊഡ്യൂസ് ചെയ്ത് മിക്സ് നമ്മൾ നോർമലി ട്രാക്ക് ചെയ്യണ പോലെ തന്നെ നല്ല വൃത്തിയിൽ കൊടുക്കണം എന്ന ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് കുറെ നാൾ കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഡക്ഷൻ, നല്ല പ്രൊഡ്യൂസ്ഡ് ട്രാക്ക് ആയിട്ട് നമുക്ക് ഇങ്ങനെ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ ഡിജിറ്റലൊക്കെ എന്തോരം വലുതായാലും നമ്മൾ ആ ട്രാക്ക് ഇതിൽ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു മൊത്തത്തിൽ ഒരു ഗുമ്മ് തോന്നണം എന്നുള്ളത്. ഭയങ്കര ഹിറ്റ് ആയിരുന്നു അത്. ആ ഒരു കാലഘട്ടത്തിൽ അല്ലേ ഹിറ്റ് ആയിരുന്നു. ഇതില് ചോദിക്കാനുള്ളത് തന്നെ, അത് പാട്ടിറങ്ങി കഴിഞ്ഞ് വർഷം കഴിഞ്ഞിട്ടാണ് സിനിമ ഇറങ്ങുന്നത്. പക്ഷെ ആ പാട്ടെല്ലാരും അപ്പോഴേക്കും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. സിനിമ ഇറങ്ങുന്നില്ല എന്നുള്ള, അത് എന്താ സിനിമ ഇറങ്ങാത്ത ആ ഒരു ചോദ്യം എന്തായാലും അത് പാട്ട് ഇറങ്ങിയ ആൾക്കാർ 1 മന്തിനുള്ളിലൊക്കെ സിനിമ പ്രതീക്ഷിച്ചു. അത് ആക്ച്വലി ഇത്ര ഹിറ്റ് ആവുന്നുള്ളത് ചിലപ്പോ ഞാനല്ല അത് ഇറക്കിയത്, ഡയറക്ടറുടെ ഐഡിയ ആണ്. ചിലപ്പോൾ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്ര ഹിറ്റ് ആവുന്നു. പിന്നെ ആക്ച്വലി ആ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നുള്ളൂ സിനിമയുടെ. അത് ആ ടൈമിൽ അദ്ദേഹം ഇറക്കാൻ തോന്നി. അതിന് അദ്ദേഹത്തിന്റെ ആൾക്കാർ അതിൻ്റെതായ ഇതുണ്ടാവും. പിന്നെ അത് ഇറക്കി കഴിഞ്ഞു. ആ ടൈമിൽ ഷൂട്ട് നടക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ ഷൂട്ട് പകുതി പോലും ആയിട്ടില്ല, നടക്കുന്നുള്ളൂ. പിന്നെ ഷൂട്ടിങ് നടന്ന് പിന്നെ ഒരു 1 ഇയറിൽ ഷൂട്ട് ചെയ്തു. പിന്നെ അതിന്റെ ബാക്കിയുള്ള പ്രൊഡക്ഷൻ പരിപാടികൾ, എഡിറ്റിംഗ് പരിപാടികൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ടൈം എടുത്തു. പക്ഷെ ആൾക്കാർ അപ്പോഴേക്കും ഇങ്ങനെ കേട്ട് കുറച്ച് എന്താ പറയുക സാച്ചുറേറ്റഡ് ആയി. അപ്പൊ ആൾക്കാർക്കും ഈ പറഞ്ഞ പടം ഇറങ്ങാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷമുള്ളൂ ആ പാട്ട് എന്നിറങ്ങിയ. അത് ആക്ച്വലി ആ ടൈമിൽ പ്രൈം ടൈമിൽ ഇറങ്ങിയത് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം എന്റെ ഇതിലെനിക്ക് ആ പാട്ടിന് ശേഷമാണ് എന്റെ എല്ലാം ഇങ്ങനെ തിരിഞ്ഞത്. എന്റെ ലൈഫ് മൊത്തത്തിൽ തിരിഞ്ഞത്. അത് അടിപൊളിയായിരുന്നു. ശിഖ വന്നതിന് ശേഷം ശിഖ വന്നതിന് ശേഷം അടിപൊളിയാണ്. ശിഖ ഞങ്ങൾ കോളേജിൽ പരിചയപ്പെട്ടതാണ്. എൻ്റെ ജൂനിയർ ആയിരുന്നു.
നല്ലൊരു ഫ്രണ്ടാണ് എനിക്ക് എപ്പോഴും. അങ്ങനെ ഒരു ഫ്രണ്ടിന്റെ ഒരു കുറവുണ്ടായിരുന്നു എനിക്ക്, അത് നികന്നു. എങ്ങനെയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടിങ് സിസ്റ്റം എന്നുള്ള രീതിയിൽ നിങ്ങൾ പരസ്പരം എങ്ങനെയാണ് ഇപ്പോ പ്രൊഫഷണലി? ഞങ്ങളങ്ങനെ അവള് ഒരു അണ്ടർസ്റ്റാൻഡിങ് പരിപാടിയാണ്, അങ്ങോട്ട് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഷിഗയുടെ മ്യൂസിക്കിനെ റെസ്പെക്ട് ചെയ്യാം, അവളെന്റെ മ്യൂസിക്കിനെ റെസ്പെക്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വന്നത് കൊണ്ട് പ്രൊഫഷണലി ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ചസ് എന്തായിരിക്കും ഷിക്ക ലൈഫിൽ വന്നിട്ട്? എൻ്റെ എല്ലാ പാട്ടുകളും ഫസ്റ്റ് കേൾപ്പിക്കുന്നത് ഷിഗനാണ്. അവിടെ നിന്നാണ് ഞാൻ ഇത് അപ്പൊ ആള് വളരെ കട്ടൻ ക്ലിയർ ആയിട്ട് കേട്ടിട്ട് അഭിപ്രായം പറയും. അങ്ങനെ ഒരാളുണ്ട് എനിക്ക്, അങ്ങനെ കേട്ട് അത് ചിന്തിച്ച് പറയാനുള്ളൊരു ബുദ്ധിയുള്ള ഒരാളുള്ളത് എനിക്ക് വലിയൊരു ഗുണമാണ്. പിന്നെ ആക്ച്വലി ഞങ്ങൾ ഭയങ്കര എനിക്ക് പറ്റിയ ആളാണ്. ഞാൻ ഇതാണ് ബ്ലണ്ടറാണ്, എന്നാലും ഞാൻ അവളോട് പറയും വേറെ ആർക്കും എന്നെ സഹിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയും. കാരണം ഞാനത്ര പ്രശ്നക്കാരനല്ല, പക്ഷെ ആൾക്ക് എന്നെ അറിയാം. അപ്പൊ എൻ്റെ ഒരു ജേണി, എൻ്റെ ഒരു ലൈഫ് ഭയങ്കര അല്ല, ഓരോരുത്തരെയും പലവരും നല്ല രീതിയിലല്ലേ പോണേ, നമ്മൾ പുറത്ത് കാണുന്ന പോലെ അല്ലല്ലോ. ഞാൻ ആക്ച്വലി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ. അപ്പൊ ആക്ച്വലി ആളങ്ങനെ ഡിഫറെൻ്റ് അല്ല, ആളല്ല. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ജെല്ലായി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ഷിഗനെ ചോദിക്കുമ്പോൾ എന്തായാലും നമുക്ക് അടുത്തത് ഉറപ്പായിട്ടും നിലാവിനെ ചോദിക്കേണ്ടി വരും. ആള് വന്നിട്ട് എന്തൊക്കെയാണ് വന്ന ചേഞ്ചസ്? ഭയങ്കര അടിപൊളിയാണ്, എനിക്ക് പറയാറില്ല ഇങ്ങനെ. ഞങ്ങള് ഫാമിലി ഭയങ്കര രസമാണ്, ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഫാമിലി, എൻ്റെ ഭാര്യ, മോള് ഭയങ്കര ഇപ്പൊ അവിടെ നിന്ന് വന്ന പിന്നെ അടിപൊളിയല്ലേ. ഇപ്പൊ വരാൻ നേരത്തെ എനിക്ക് പായസമൊക്കെ ഉണ്ടാക്കി, വെറുതെ പായസമൊക്കെ ഉണ്ടാക്കി തന്നു. പായസം കുടിച്ച് ഡാഡ പായസം കുടിച്ച് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പായസമൊക്കെ ഉണ്ടാക്കിയിട്ട്, പായസം ഒന്നും ഇല്ല, വെറുതെ പായസമൊക്കെ കഴിച്ച് വന്ന ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാമൊക്കെ പോകുമ്പോൾ അവളിങ്ങനെ കൊണ്ടുപോകാറില്ല. അപ്പൊ അതിന്റെ ഒരു ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഭയങ്കര മിസ്സിങ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ ഉള്ള ടൈമിൽ ഭയങ്കര സ്നേഹം ഇതാണ് അവൾക്കും. അതെ, കാരണം നമ്മൾ എല്ലാ ദിവസവും കാണുന്നില്ലല്ലോ. ആക്ച്വലി ഞങ്ങൾ ഒരു 1.5 കൊല്ലം വരെ ഡെയിലി ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു, ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു ദിവസം പോലെ ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് പ്രോഗ്രാം നമ്മളത് ചെയ്യണമല്ലോ. ഇപ്പൊ പുറത്തൊക്കെ പ്രോഗ്രാം വരുമ്പോൾ ഷിഗയ്ക്ക് കൂടുതൽ പുറത്താ ഷോ ചെയ്യണം. അപ്പൊ ചിലതൊക്കെ ഒരു 3-4 ഡേയ്സ് ഒക്കെ, ചിലപ്പോൾ 10 ഡേയ്സ് ഒക്കെ മാറി നിൽക്കും. അപ്പൊ അത്ര ദിവസം ആൾക്ക് പ്രശ്നമൊന്നുമില്ല, ആള് എന്റെ വീട്ടിലോ ഷിഗയുടെ വീട്ടിലോ നിൽക്കും. അപ്പൊ ഞങ്ങൾക്കും ഭയങ്കര മിസ്സിങ് പരിപാടിയാണ്. അതിനുള്ള ടൈമിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ അങ്ങനെ വാശിയൊന്നുമില്ല. ആള് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഞങ്ങൾ ഉള്ള ടൈമിൽ ഞങ്ങൾ ഭയങ്കര പുറത്തേക്ക് പോയി ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്ത്. മ്യൂസിക് ബാൻഡ് ഉറുമി നന്നായി പോകുന്നുണ്ട്. ചേഞ്ചസ് ബാൻഡ് തുടങ്ങിയതിനു ശേഷം നമ്മൾ ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് കുവൈറ്റിൽ പോയി വന്നു ബാൻഡിന്റെ ആവശ്യമായിട്ട്. അതിൽ ഏറ്റവും സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഫാമിലിയാണ്, ഫാമിലി പോലെയാണ് എല്ലാവരും. അപ്പൊ ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പല രാജ്യങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ സന്തോഷമുണ്ടല്ലോ. പിന്നെ ഫ്രണ്ട്സാണ്, ഫാമിലി ടു ഫ്രണ്ട്സാണ്. അതിൻ്റെ ഒരു സന്തോഷം. പ്രോഗ്രാം ചെയ്യുക, സീരിയസ് ആയിട്ട് നമ്മൾ ഷോ ചെയ്യുക, പിന്നെ അതിന്റെ ഫൺ, ഫുഡ്, കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പറ്റും. പിന്നെ ട്രാവലിംഗ്. നമ്മളിപ്പോ കഴിഞ്ഞ മാസം ദുബായി പോയി, ഈ മാസം നമ്മൾ കുവൈറ്റിൽ പോയി. അപ്പൊ അതൊക്കെ രസമല്ല, നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ ചെയ്യുക. അത് ഫുൾ ഒരു ടീമായിട്ട് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. നമ്മൾ അതിന്റെ ഒരു സന്തോഷം, തമാശയും, നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഓരോ പല പല രാജ്യങ്ങളും പല പല ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ അതിന്റെ ഒപ്പം തന്നെ പ്രാക്ടീസ് സെക്ഷൻസ്, അതിന്റെ സൗണ്ട് ചെക്സ്, ഷോ ചെയ്യുമ്പോൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. നമ്മളത് ഒരു ഷോ ചെയ്ത് കഴിഞ്ഞ് അത് വിജയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കരമായിട്ടൊരു ഇന്റിമസി ഒക്കെ ഉണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതിന്റെ സൈഡിലെ കൂടെ തന്നെ നമ്മുടെ മ്യൂസിക്കാലിറ്റി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളൊരു ടീമായിട്ടാകുമ്പോൾ ആ ഒരു കളക്റ്റീവ് എഫേർട്ട് അടിപൊളിയാണ്. നമ്മൾ അപ്ഡേറ്റ് ആവുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നന്നായിട്ട് ഷോ ചെയ്യുന്നുണ്ട്. നമുക്ക് ജീവിക്കാനുള്ള ഇൻകം ഉണ്ട്. അതൊക്കെ അല്ല. എന്തൊക്കെയാണ് ഇനിയുള്ള ഫ്യൂച്ചർ പ്രൊജക്ടുകൾ? ഇന്നത്തെ ഒരു ഇത് പറഞ്ഞു, ഫ്യൂച്ചർ ഇത് തന്നെ ഇങ്ങനെ തന്നെ ബാൻഡ് വർക്കുകൾ. ആക്ച്വലി ഇന്നൊരു ട്രാക്ക് ഇറങ്ങുന്നുണ്ട്, മെഹർ എന്ന് പറഞ്ഞിട്ട്. ഞാനും ഷിഗയും പിന്നെ ഗബ്രി വന്നിട്ട് ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട്. അപ്പൊ അതൊന്ന് ഈവനിങ് റിലീസാവും. നിങ്ങളിത് എന്നാ കാണണമെന്ന് അറിയില്ല. അപ്പൊ കാണുന്നവര് അന്ന് ഈ ഇന്റർവ്യൂ കാണുന്നവര് സ്പോട്ടിഫൈയിൽ എല്ലാത്തിലും കയറി കാണാൻ. ഓഡിയോ പ്ലാറ്റ്ഫോംസിലാണ് റിലീസ് ആവുന്നത്. പിന്നെ ബാൻഡിന്റെ പാട്ടുകൾ വരുന്നുണ്ട്, എൻ്റെ തന്നെ ഒറിജിനൽസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ പതുക്കെ ഒരു 3-4 മാസം ഗ്യാപ്പിൽ ഞാൻ ഓരോന്ന് ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെ ഉള്ള. പിന്നെ ഒരു
ഇയേഴ്സ് കഴിഞ്ഞിട്ടൊരു സിനിമ ആ. അത് മാത്രമേ കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. അതും ആക്ച്വലി കുറച്ച് അങ്ങനത്തെ ഒരു എൻ്റെ ടേസ്റ്റിന് പറ്റിയൊരു സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും അങ്ങനെ കമ്മിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഷോസ് ഇതിൻ്റെ കൂടെ എങ്ങനെ ട്രാവൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇനി വരുന്ന ഷോസ് എവിടെയാണോ അതിനനുസരിച്ച് നമ്മൾ ട്രാവൽ ചെയ്യുക. ഗ്യാപ്പുള്ള ടൈമിൽ നമ്മൾ ഒറിജിനൽസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വർക്ക് ഇവിടെ ഉള്ളപ്പോൾ ടൈമിൽ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യും. ഓക്കെ, അങ്ങനെ അപ്പൊ പോവാ ഹാപ്പിയായിട്ട്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു സോങ്ങും കൂടെ ഏത്? പാടിയിരുന്ന സുഖപ്പെടുക്കും. അത് നമുക്ക് ആൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത്, നേരത്തെ പറഞ്ഞ കൊച്ചിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ശരി. ആ ഒരു പാട്ടും കൂടെ പാടി. നിലാവിൻ പൊൻകതിരാൽ നെയ്തെടുത്തു നിന്റെ ലാവണ്യം. നിലാവിൻ പൊൻകതിരാൽ നെയ്തെടുത്തു നിന്റെ ലാവണ്യം. നിലാവിൻ പൊൻകതിരാൽ നെയ്തെടുത്തു നിന്റെ ലാവണ്യം. കിനാവിൻ പൂമ്പരാഗം ചൂടി നിന്നു നിന്റെ താരുണ്യം. കിനാവിൻ പൂമ്പരാഗം ചൂടി നിന്നു നിന്റെ താരുണ്യം. മുഖാസവലഹരിയാൽ വീഞ്ഞാക്കിയൻ ഭാവാർദ്രഗാനങ്ങൾ കലാകാരൻ. കലാകാരൻ പ്രിയേ നിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ. രതിസുഖസാരമായി ദേവി നിന്മൈ വാർത്തോരാ ദൈവം കലാകാരൻ. കലാകാരൻ പ്രിയേ നിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഒരുപാട് സന്തോഷം ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയതിൽ. എനിക്കും സന്തോഷം. ഒരുപാട് പാട്ടുകൾ ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി തരാൻ സാധിക്കട്ടെ. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ താങ്ക് മച്ച്. യു.